ആദ്യം തന്നെ ഇതുവരെ നമ്മളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചിന് നമസ്കാരം ചെയ്യിക്കട്ടെ. ഇന്ന് നാളെ ഈസ്റ്ററാണ്. അപ്പോൾ ഈസ്റ്ററിന് വേണ്ടി ഒരു കിട്ടുക്ക ഐറ്റം വേണ്ടേ? കിടക്കട്ടെ എന്നാൽ പിന്നെ കിടക്കട്ടെ, ചിക്കൻ സ്റ്റൂവും അപ്പവും ഇതുണ്ടാക്കുന്ന റെസിപ്പി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ ആദ്യം തന്നെ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ എടുത്ത് ഇതുപോലൊരു പാത്രത്തിലേക്ക് മറിക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയേക്കാം. നല്ല സ്റ്റൈലായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചും കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം ഇതുപോലെ നല്ലവണ്ണം അങ്ങ് തിരുമ്മി ഒന്നും കൂടെ കഴുകുക. എത്ര ചിക്കൻ കഴുകുക അത്ര നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നേരെ നമ്മുടെ അടുത്ത പരിപാടിയാണ് തീ പിടിപ്പിക്കൽ. നല്ല സ്ലോ മോഷനിൽ അങ്ങ് തീ പിടിപ്പിക്കുക. ശേഷം ഉരുളിയെടുത്തൊരു പിടിപ്പീര് ഇതുപോലെ ഉരുളി വെച്ച ശേഷം വെളിച്ചെണ്ണ അടപ്പെടുത്തൊരു മറി എന്നിട്ട് സ്റ്റൈലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് വേണ്ടത് ഓൾ ഗരം മസാലാസ ഈ വക സാധനം ഇട്ട് കൊടുത്ത ശേഷം ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നീളത്തിലരിഞ്ഞ ഇഞ്ചി അതൊരു മറിച്ച ശേഷം ഒന്ന് വരട്ടിയെടുക്കുക. ഇഞ്ചി ഇതുപോലെ വരണ്ട് വരുമ്പോഴേക്ക് നീളത്തിലരിഞ്ഞ സവോള അതും എടുത്തൊരു മറിക്കുക. മറിച്ചിട്ട് ഇതിലിങ്ങനെ വാട്ടുക. സ്റ്റൂവിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റൂവിന് റോസ്റ്റ് ചെയ്യൽ വാട്ടിയെടുത്താൽ മതി. സവോള ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. സവോള ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് നീളത്തിലരിഞ്ഞ് പച്ചമുളക് അതും എടുത്തൊരു മറിക്കുക. അതും ഇതുപോലെ തന്നെ വാട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇത് മൊത്തത്തിലൊന്ന് ആ സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി ആ പച്ചച്ചോവയൊക്കെ മാറി കുക്കായി കിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങ് തിളയ്ക്കാൻ വെക്കുക. ചങ്ങാതിമാരെ കണ്ടില്ലേ? തിളയ്ക്കുന്ന സമയത്ത് ഇതുപോലെ പതയൊക്കെ കാണുവാണെങ്കിൽ നൊരയൊക്കെ കാണുവാണെങ്കിൽ അതൊക്കെ എടുത്ത് ഇച്ചിരി ഇങ്ങനെ മാറ്റിക്കളയ ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റോ എടുത്ത് ഇതുപോലെ മറിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും എടുത്തൊരു മറിക്കുക കണ്ടോ. ഇത് ഞാനൊരു 3 കിലോ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കേട്ടോ. 3 കിലോ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുത്ത് നേരെ ഒരു മറിച്ച ശേഷം അതും ഇതിലിട്ടിങ്ങനെ മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ ഇതിലിട്ടിങ്ങ് വേവിച്ചെടുക്കാനുള്ള പരിപാടി കേട്ടോ അടുത്ത കേട്ടോ. ആദ്യം ഇതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ലെവലാക്കി സെറ്റാക്കി അങ്ങ് വെക്കുക കേട്ടോ. എന്നിട്ട് അടപ്പ് വെച്ച് മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പങ്ങ് തുറക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ചിക്കൻ ഇപ്പം കുക്കായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയാണ് ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ യഥാർത്ഥ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ആ അവസാനത്തെ ക്ലൈമാക്സിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇച്ചിരി കാഷ്യൂനട്ട് പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവി ഒന്ന് കുറുകി കിട്ടാനും അതുപോലെ വേറൊരു ടേസ്റ്റും കൂടെ കേട്ടോ. ഒരിച്ചിരി ചേർത്തോ ഏട്ടക്കെട്ടെന്ന് ഒരു വഴിക്ക് പോലെ. എന്നിട്ട് 2ാം പാലൊഴിച്ച്, അതായത് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലെടുത്ത് ഒഴിക്കുക. ഇതുപോലെ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെക്കുക. അപ്പം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി കാണുവാണ്. ആ സമയത്ത് ഗരം മസാല, പെരിഞ്ജീരക പൗഡർ, കാടകം പൗഡർ 2 സ്പൂൺ കൂടുതലിടണം കേട്ടോ. അപ്പോൾ കാടകം പൗഡറും കഴിയിട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ചങ്ങാതിമാരൊരു രക്ഷയില്ല. എന്നിട്ട് നല്ല കുറുകിയ ഫസ്റ്റ് പാല് എടുത്തൊരു മറിക്കുക. തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക. എന്നിട്ട് ഇവനെ ഇങ്ങനെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ചങ്ങാതി കാണുമ്പോൾ തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. എന്നിട്ട് ലാസ്റ്റ് ആ കുരുമുളക് പൊടി കുരുമുളക് ഇങ്ങനെ ചതച്ചെടുത്തത് എടുത്ത് മുകളിലങ്ങ് വാരിങ്ങ് വെതറ എൻ്റെ ചങ്ങാതി. അപ്പോൾ സംഭവം വേറെ ലെവലിലേക്കാവും. എന്നിട്ട് നല്ല ചൂട് സോഫ്റ്റ് അപ്പത്തിൻ്റെ മുകളിലേക്ക് ഇവനെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ ചങ്ങാതി സ്മെല്ല് വരുന്നുണ്ട്, കിളി പോവും. എന്നിട്ട് ഈ അപ്പവും ആ സ്റ്റൂവും കൂടെ ചേർത്തൊരു പിടുത്തവും പിടിക്കണം എൻ്റെ ചങ്ങാതി. ബ്രെഡാണെങ്കിലും സൂപ്പറായിട്ട് ഒരു രക്ഷയില്ല. അതേമാതിരി ഈസ്റ്ററിന് ഈ സാധനം ഉണ്ടാക്കാൻ മറക്കില്ല കേട്ടോ. ഒരു കാരണവശാലും നല്ല കിള്ളി പോകുന്ന ചിക്കൻ സ്റ്റൂവും പിന്നെ അപ്പവും ഒരു പിടുത്തം പിടിക്കാൻ എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ്. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ നേരെ കമൻ്റായിട്ടങ്ങ് രേഖപ്പെടുത്തിക്കും.